ഹായ്, ഞാൻ സുമീർ സുലൈമാൻ. ഇതെന്റെ റൂമാണ്. രാവിലെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് ഒരു ചെറിയ വ്ലോഗ് എടുക്കാന്ന് കരുതി കോർണിഷിൽ പോവാം. കോർണിഷിലെ കാര്യങ്ങളൊക്കെ കാണാം, നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. റൂമിന്റെ വീഡിയോ ഒക്കെ ഞാൻ പിന്നൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ഇതാണ് എൻ്റെ റൂം. അപ്പോൾ റൂമിന്റെ വീഡിയോ നമുക്ക് വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കോർണിഷിലോട്ട് പോയിട്ട് ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. എൻ്റെ റൂം കാണിച്ചു തരാവേ. അവിടെ കാണുന്നതാണ് എൻ്റെ റൂം. ഇതാണ് ഞാൻ ഓടിക്കുന്ന വണ്ടി, ഇപ്പം ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി കാണാം. ഈ കോർണിഷ് എന്ന് പറഞ്ഞാൽ ഈ കടൽ തീരത്ത് പള്ളിയും നടപ്പാതയും പാർക്കും അങ്ങനെ കാണാൻ അതിമനോഹരമായ ഒരു സ്ഥലമാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. വീക്കെൻഡിലും അല്ലാതെ അവധി ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ വരാറുണ്ട്. ഞാനും ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പിന്നെ സൂര്യൻ ഉദിക്കാൻ ഇനിയും ഒരുപാട് ടൈമുണ്ട്. പിന്നെ ഞാൻ ഇത്ര നേരത്തെ ഇറങ്ങുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാങ്കറും വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വണ്ടി റിവേഴ്സ് എടുക്കാൻ പറ്റത്തില്ല. ഒരു 2.5 മണിക്കൂറത്തേക്ക് പോസ്റ്റ് ആവും. അതിന് മുമ്പേ ഇറങ്ങുന്നതാണ്. പിന്നെ റോഡ് പണി നടക്കുന്നതാണ്. അതുകൊണ്ട് ഇനി ബ്ലോക്ക് ഉണ്ടാകുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടാണ് നേരത്തെ ഇറങ്ങിയത്. ഒരു 5 മിനിറ്റ് യാത്ര പോലും ഇല്ല, പെട്ടെന്ന് എത്തും. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ച കാണാം. അങ്ങനെ ഞാൻ കോർണിഷിലെത്തിയടോ. ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെ കാണാം. ഇവിടെ അതിമനോഹരമായ ഒരു പള്ളിയുണ്ട് കടൽ തീരത്തിൻ്റെ അടുത്ത്. അതായത് കടലിന് തൊട്ട് പറ്റിയ ഒരു 10 ചവിട്ടടിയേ ഉള്ളൂ കടലുമായിട്ട്. അത്രയ്ക്ക് മനോഹരമായ ഒരു പള്ളിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇനി ഇവിടെ അടുത്ത് തന്നെ താറാവിനെയൊക്കെ വളർത്തുന്ന സ്ഥലമുണ്ട്. അപ്പോൾ നമുക്ക് താറാവിനും പ്രാവിനെയൊക്കെ കുറച്ച് തീറ്റയൊക്കെ കൊടുക്കാം. ഇവിടെ ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാൻ വരും. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ വരും. നല്ല രസമാണ് ഇവിടെ വരാൻ വേണ്ടിയും ഇവിടെ നിൽക്കാൻ വേണ്ടിയൊക്കെ. പിന്നെ ഇപ്പം വെള്ളം ഇറങ്ങിക്കിടക്കുകയാണ്. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വെള്ളം നല്ല രീതിയിൽ കയറും. പിന്നെ ഇപ്പോഴും പലരും മീൻ പിടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ലേഡീസ് നിൽക്കുന്നതുകൊണ്ടാണ് ഞാൻ അധികം അങ്ങനെ വീഡിയോ എടുക്കാത്തത്. ഒരുപാട് മീൻ കിട്ടുന്നുമുണ്ട്. പിന്നെ ഇഷ്ടംപോലെ പൂച്ചകളുണ്ട് ഇവിടെ. ഈ മീൻ പിടിക്കുന്നവരൊക്കെ അതിൻ്റെ ഒരു പങ്ക് പൂച്ചകൾക്കും കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടെ വരുന്നവരൊക്കെ പൂച്ചകൾക്ക് അല്ലാതുള്ള ഫുഡും കൊടുക്കും. പിന്നെ അതാ കാണുന്നൊരു ഇതില്ലേ, അതാണ് വാട്ടർ ടവർ. ഇവിടെ ഈ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഇതിനും അല്ലാത്ത സമയത്തൊക്കെ അവിടെയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഒരു പള്ളിയുള്ളത്. നല്ല രസമാണ് പള്ളി കാണാൻ വേണ്ടി. ഇപ്പോൾ കടലിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു പള്ളി. ഇപ്പം നല്ല ചൂടുള്ള കാലാവസ്ഥയാണ് സൗദി അറേബ്യയിൽ. അപ്പോൾ ഈ കടൽ തീരത്ത് വന്നു കഴിഞ്ഞാൽ നല്ല തണുത്ത കാറ്റൊക്കെയാണ്. ഇപ്പോൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരും. സുബഹി നിസ്കരിച്ചിട്ട് ഇവിടെ ഇരുന്നിട്ട് അവരൊരു 8-9 മണിയാകുമ്പോൾ എല്ലാവരും പോകത്തുള്ളൂ. പ്രത്യേകിച്ച് സ്കൂളൊക്കെ അവധി ദിവസങ്ങളാണെങ്കിൽ ഒരുപാട് ആൾക്കാർ കാണും. കാരണം അത്രയ്ക്ക് ഒരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ ഒരുപാട് മാടത്തകളുണ്ട്. അതായത് മൈന എന്ന് പറയത്തില്ലേ, മൈന ഒരു ഇംഗ്ലീഷ് വാക്കാണ്. അതായത് മാടത്ത. പിന്നെ അതുപോലെ തന്നെ കാക്കകൾ, ഒരുപാട് കാക്കകളുണ്ട്. ഈ കാക്കയും മാടത്തയും ഇവിടെ ഒരു ശല്യം തന്നെയാണ്. പിന്നെ ഈ പള്ളീൻ്റെ 3 സൈഡിലായിട്ടും ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ചെറിയ വെള്ളച്ചാട്ടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഇടുന്നത് നല്ല രസമാണ് കാണാൻ വേണ്ടി. പിന്നെ പള്ളിയുടെ അകവും അതുപോലെ തന്നെ മനോഹരമാണ്. പക്ഷേ ഞാനിപ്പം പള്ളിയുടെ അകം എടുത്തില്ല. അതിൻ്റെ അവിടെ ഒരുപാട് ലേഡീസ് നിൽക്കുന്നത്. പിന്നെ ഈ അകത്തോട്ട് പോകാൻ ഇപ്പം തോന്നിയില്ല. അത് വേറൊരു ദിവസം വീഡിയോ എടുക്കാം. ഇപ്പം പള്ളിയുടെ പുറമൊക്കെ കാണാം. കണ്ട, ഇത് വല്ലാത്തൊരു ഭംഗി തന്നെയാണ്. ഇങ്ങനെ നമ്മൾ വീഡിയോ, എൻ്റെ ഫോണിൽ ക്ലാരിറ്റി കുറവുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാരിറ്റി കുറഞ്ഞത് കാണുന്നത്. പക്ഷേ നേരിട്ട് കാണുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. ഞാൻ കുറച്ചും കൂടെ നേരത്തെ വന്നപ്പോഴത്തേക്ക് ഇത് വെള്ളം കുറച്ചും കൂടെ ഹൈറ്റിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാർ ലേഡീസ് ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എടുക്കാതെ മാറിയിരുന്നു. ഇപ്പോൾ അതിൻ്റെ ഫോഴ്സ് കുറഞ്ഞ് വെള്ളത്തിൻ്റെ നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇതിൻ്റെ 3 സൈഡിലും, 4 സൈഡിലില്ല, ഒരു സൈഡിലില്ല, ബാക്കി 3 സൈഡിലും ഇങ്ങനെ ഉണ്ട്. എൻട്രൻസിൽ മാത്രമില്ല, ബാക്കി ഉള്ള എല്ലാ സൈഡിലും ഇങ്ങനെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടി. പിന്നെ ഒരുപാട് പൂച്ചകൾ, അത് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പൈസ കൊടുത്ത ആൾക്കാർ വാങ്ങുന്ന സൈസിലുള്ള പൂച്ചയാണ് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നത്. അതിനാവശ്യത്തിന് ഫുഡും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ തൊട്ടങ്ങോട്ട് കുറച്ച് മാറിയിട്ട് ഒരുപാട് പ്രാവും അതുപോലെ താറാവും ഒക്കെ, അതും ഇതുപോലെ പാർക്കിൽ തന്നെയാണ്. അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരും. ഞാനും കുറച്ച് ഫുഡ് താറാവിനും പ്രാവിനും കരുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോ. ഞാനങ്ങനെ വ്ളോഗും എടുത്ത് വലിയ പരിചയമില്ല. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഞാൻ അധികം കാണിക്കാതെ മറ്റുള്ള കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ വന്നിട്ടുണ്ട്, അതൊക്കെ ചെയ്യുക എന്തായാലും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം, എങ്കിലേ എനിക്ക് മുന്നോട്ട് ഇതുപോലൊക്കെ വ്ളോഗ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ അടുത്ത സൈഡ് ഇതുപോലെ തന്നെ ലൈറ്റ് ഇപ്പം വെള്ളത്തിൻ്റെ ഫോഴ്സ് എല്ലാം കുറഞ്ഞതാണ്. നേരത്തെ നല്ല ഹൈറ്റിൽ വരുന്നുണ്ടായിരുന്നു. അന്നേരം നല്ല രസമായിരുന്നു കാണാൻ വേണ്ടി. പക്ഷേ എനിക്ക് അന്നേരം വീഡിയോ എടുക്കാനായിട്ട് വരാൻ പറ്റിയില്ല. കാരണം ഇവിടെ എല്ലാം ഒരുപാട് ലേഡീസും ചെറിയ മക്കളൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ അവരുടെ കൂടെ പോയി ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന എനിക്കൊരു ചമ്മൽ. അങ്ങനെ എടുക്കുന്നതൊന്നും കുഴപ്പമൊന്നുമില്ല. കാരണം അവരും ഇതിൻ്റെ ഫോട്ടോ എടുക്കുവാണ്. നമ്മൾ അവരുടെ ഫോട്ടോയിലല്ലോ എടുക്കുന്ന, ഇതിൻ്റെ ഫോട്ടോ എടുക്കുന്ന, അത് കുഴപ്പമില്ല. പക്ഷേ ഞാൻ മാറി നിൽക്കുമായിരുന്നു, എനിക്കൊരു ചമ്മൽ. അതുകൊണ്ട് ഇവിടെ സൈക്ലിങ്ങിന് പറ്റിയ നല്ല ട്രാക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ ഒരുപാട് ആൾക്കാർ സൈക്ലിങ്ങിന് വരും. അതുപോലെ തന്നെ മോർണിംഗ് വാക്കിനുമൊക്കെ ഒരുപാട് ആൾക്കാർ വരും. അപ്പം നല്ല ഒരു ആളനക്കൊക്കെ ആയിരിക്കും രാവിലെ. നല്ല രസമാണ് കാണാൻ വേണ്ടി. സൂര്യൻ ഉദിക്കുമ്പം അത് കാണാൻ വേണ്ടി ഡെയിലി ഒരുപാട് ആൾക്കാരുണ്ട്.
സൂര്യൻ ഞാൻ സാധാരണ ഞങ്ങളുടെ നാട്ടിലെങ്ങും സൂര്യൻ കടലിൽ നിന്ന് ഉദിച്ചു വരുന്നത് കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് സൗദിയിൽ വന്നപ്പോഴാണ് കാണുന്നത്. കാരണം എൻ്റെ നാട്ടിൽ സാധാരണ സൂര്യൻ അസ്തമിക്കുന്നതാണ് കടലിലോട്ട് പോകുന്നത്. ഇവിടെ ഉദിക്കുന്നതിനും അസ്തമിക്കുന്നതൊക്കെ കടലിൽ നിന്ന് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത് വല്ലാത്തൊരു പുതുമയായിരുന്നു ഞാൻ വന്ന സമയത്ത്. ഇത് കണ്ട കാക്ക, അതുപോലെ തന്നെ ഒരുപാട് മാടത്തയുണ്ട്, അതായത് മൈന. അത് ഭയങ്കര ശല്യമാണ്, ചെറിയ പക്ഷികളെയൊക്കെ ഈ കാക്ക കൊല്ലും. അതുപോലെ തന്നെ ഈ മാടത്തയും അതുപോലെ തന്നെ ഒരു വല്ലാത്തൊരു ഭീഷണിയാണെന്നാണ് പറയുന്നത്. പരിസ്ഥിതി പ്രവർത്തകർ അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ പ്രജനനം തടയാൻ വേണ്ടി പല പ്രോഗ്രാമുകളും അവർ സൗദി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഒരുപാട് ആൾക്കാർ ചൂണ്ടിയിടുന്നുണ്ട്, അവർക്ക് മീനും കിട്ടുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം വെയിറ്റിംഗ് ആണ്, എന്നാൽ തന്നെ കുറച്ച് മീനൊക്കെ കിട്ടും. അവർക്ക് പിന്നെ ഇതൊരു ഹോബിയാണ്, അല്ലാതെ ഇത് പിടിച്ച് പൈസ കൊടുത്ത് കാശ് വാങ്ങാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നുമല്ല. ഒരു ഹോബിയാണ്. അങ്ങനെ ഫിഷിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഹോബിയുള്ള ആൾക്കാരാണ്. പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ ഒരുപാട് പ്രാവുകളുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ ഇങ്ങനെ കുറച്ച് തീറ്റയൊക്കെ കൊടുക്കും. പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് തീറ്റ കൊടുക്കാൻ വേണ്ടി. പിന്നെ ഞാൻ ഇടയ്ക്ക് വരാതെ ഇവിടെ ഒരു ചെറിയ മോനുണ്ട്, അവൻ എപ്പോഴും എൻ്റെ അടുത്ത് വരും. ഞാനിങ്ങനെ പ്രാവ് തീറ്റ കൊടുക്കുമ്പോൾ അവനും വരും എൻ്റെ അടുത്ത്. അവൻ സ്ഥിരം വരാറുള്ളതാണ്. അവനും എൻ്റെ ഉപ്പയുമായിട്ട് അവൻ്റെ ബാബയുമായിട്ട് അവൻ എപ്പോഴും വരാറുണ്ട്. അവൻ്റെ പേര് സാദ് എന്നാണ്. അവനിവിടെ ഓടിക്കളിക്കുന്നുണ്ട്. ഇതല്ല കേട്ടോ, അതൊരു മോള് വേറെ, അതെനിക്കറിയത്തില്ല. അവൻ എൻ്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട്. പിന്നെ ഞാനങ്ങനെ വോയിസ് ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കേൾപ്പിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഒരുപാട് പ്രാവുകളുണ്ട്. ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ഒരു ലേക്കുണ്ട്. ഇത് അൽക്കോബാർ ഡക്ക് ലേക്ക് എന്നാണ് പറയുന്നത്. ഇത് ഉപ്പുവെള്ളം തന്നെയാണ്. തൊട്ടപ്പുറത്ത് കടലാണ്. അവിടുന്ന് ഒരു 5 മീറ്റർ പോലും ഇല്ല. ഇപ്പുറത്ത് ഇങ്ങനെ താറാവിന് വേണ്ടിയൊക്കെ ഇങ്ങനെ സജ്ജീകരിച്ചേക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ബോട്ടിങ്ങും ആൾക്കാർ ഇങ്ങനെ ചെറിയ മറ്റേ കുട്ടികൾക്ക് വേണ്ടി, കുട്ടികൾ മാത്രമല്ല വലിയവരൊക്കെ കയറും. അങ്ങനെ പൈസ കൊടുത്തൊക്കെ കയറാൻ പറ്റും. പിന്നെ ഒരുപാട് താറാവും ഗൂസും അരയന്നും അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ ഇതുങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയൊക്കെ വേറെ ഫിൽറ്റർ ചെയ്ത വെള്ളം വേറെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരുപാടുണ്ട്. പലരും പല സൈഡിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം പല സൈഡിലോട്ട് പോയേക്കുവാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നിടത്ത് കുറച്ചേ ഉള്ളൂ, പക്ഷെ ഒരുപാടുണ്ട്. പല ആൾക്കാരും പല സൈഡിൽ നിന്ന് ഫുഡ് കൊടുക്കുന്നുണ്ട്, അങ്ങോട്ട് പോയേക്കുവാണ്. നമ്മൾ വേറെയുള്ള വീഡിയോ എടുത്ത സമയത്ത് സൂര്യൻ അങ്ങ് ഉദിച്ചു കഴിഞ്ഞ് നല്ല റെഡ് കളറിലാണ്. എൻ്റെ ഫോണിൽ ഇത് ഒരു ബ്ലറായിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഞാൻ നേരിട്ട് നോക്കുമ്പോൾ എനിക്ക് നോക്കാൻ വയ്യ. അതുപോലെ കണ്ണിലോട്ട് ആ ഒരു പ്രകാശം അടിച്ചിട്ട് ഒരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. പക്ഷേ നല്ല രസമാണ് കാണാൻ വേണ്ടി. അങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ. ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ട്, പക്ഷേ വീഡിയോ എടുക്കാനൊക്കെ ഒരു മടിയും ചെമ്മലൊക്കെയാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാത്തത്. പിന്നെ എനിക്ക് ഈ പ്രാവിനെയും കോഴിയും ഇതിനെയൊക്കെ ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും വരാറുള്ളത്. അങ്ങനെ പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അവരൊക്കെ ഇവിടെ വരാറുണ്ട്. ഇനി വേറെ മാർക്കറ്റൊക്കെ ഉണ്ട് ഇവിടെ തന്നെ സൗദിയിൽ. ഇപ്പം ഇനിയുള്ള ദിവസങ്ങളിലുള്ള വ്ലോഗിലൊക്കെ അതൊക്കെ ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ സൂര്യൻ ഉദിച്ച് നല്ല വെട്ടമൊക്കെ വന്ന് ഇത് ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ. ഈ ഗ്രാസൊക്കെ ഒറിജിനൽ തന്നെയാണ്, അതല്ലാതെ പ്ലാസ്റ്റിക്കും അല്ല. ഇത് ഒറിജിനൽ പുല്ല് തന്നെയാണ്. കുറേയൊക്കെ ഈ താറാവൊക്കെ കൊത്തി തിന്നും. താറാവ് മാത്രമല്ല, കുറച്ച് കോഴികളും ഒക്കെ ഉണ്ട്. പിന്നെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾ കമൻറ്റൊക്കെ ചെയ്തെങ്കിൽ നമുക്ക് വീഡിയോ ആയിട്ട് ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ള ചാനൽ. പിന്നെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ട് ഹൈപ്പ് എന്നും പറഞ്ഞാണ്. അതായത് നമ്മുടെ കമൻറ്റിൻ്റെ അവിടെ ഇങ്ങനെ ഹൈപ്പ് എന്ന് കാണിക്കും. അത് നിങ്ങൾ ആ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ സൈഡിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ ഹൈപ്പ് കാണും. അതൊന്ന് ഹൈപ്പ് ചെയ്യുക. അത് നിങ്ങൾക്ക് പൈസ ഒന്നും പോകത്തൊന്നും ഇല്ല, പക്ഷേ ആഴ്ചയിൽ 3 പ്രാവശ്യം ചെയ്യാൻ പറ്റത്തുള്ളൂ ആർക്കാണെങ്കിലും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.